ഹലോ വെൽക്കം ബാക്ക്. അപ്പം ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായി കേട്ടോ. ലോങ് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട്. അതിൻ്റെ പോരായ്മകൾ ചാനലുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അതാണ്ട് ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് എൻക്വയറി വന്നൊരു കേക്കാണ്. ഇതിന് മുന്നേ ഒരു കേക്ക് ചെയ്തിട്ടുണ്ട്, അതിന് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങനെയാണ് സെക്കൻഡ് കേക്ക് വന്നപ്പോഴത്തേനും ഞാനിതെടുത്തത്. ഇതിൻ്റെ ഡിസൈനും ഒരുപാട് പേര് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഗനാഷിൻ്റെ കളറ് അത് എന്താ മിൽക്കാണോ ഡാർക്കാണോ യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതായത് ഇപ്പം 100 ഗ്രാം 100 വേണ്ട, ഒരു 50 ഗ്രാം ചോക്ലേറ്റ് ഡാർക്ക് എടുത്താൽ 50 ഗ്രാം മിൽക്ക് എടുക്കുക. അപ്പോൾ 100 ഗ്രാമോളം വിപ്പിംഗ് ക്രീം എടുക്കുക. എങ്ങനെയാണ് ഞാനത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ എടുത്തൊരു ഇതാണ്. പിന്നെ കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായതിന് ശേഷമേ ഗനാഷ് ഒഴിക്കാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് അതിങ്ങനെ ഇങ്ങനെ ഒഴുകിയിട്ട് നമ്മുടെ ആ എഡ്ജ് ഉണ്ടല്ലോ കേക്കിൻ്റെ, അതൊക്കെ അങ്ങ് പോവും. അപ്പോൾ അതുകൊണ്ട് ഗനാഷിൻ്റെ ചൂട് മാറുകയും വേണം, കേക്ക് നല്ല സെറ്റാവുകയും വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതിപ്പം ഞാനൊരു 1 kg കേക്കാണ്, ജുവാൻ കേക്കാണ്. അപ്പോൾ ജുവാൻ കേക്ക് ആയതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് എടുത്തേക്കുന്നത് വൻവുഡൻ്റെ ചോക്ലേറ്റ് എടുത്തിരിക്കുന്നത്. പിന്നെ 5 ഇഞ്ചിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. 5 ഇഞ്ചിൽ 6 ലെയറായിട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഇതിൻ്റെ മുകളിൽ എന്താണ് സ്ട്രോബെറി, പിന്നെ എന്താണ് മറന്നുപോയി, കിക്കാറ്റും വെച്ചിട്ടാണ് സെറ്റാക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതിൽ മറവിയുണ്ട് കേട്ടോ. ഭയങ്കര മറവിയാണ് എനിക്ക്. അപ്പം ഞാൻ ഈ സ്ട്രോബെറി വെക്കുമ്പോഴെല്ലാം സ്റ്റിക്ക് കുത്തിയിട്ട് വെക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അഥവാ നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് മുന്നായിട്ട് ഒന്ന് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ സ്ട്രോബെറി ഉരുണ്ട് പോകരുതല്ലോ. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം എല്ലാ ടോപ്പിക്സിലും ഞാൻ സ്റ്റിക്ക് കുത്തി വെക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ കേക്ക് കണ്ടിട്ടാണ് ആ സെയിം കേക്ക് വേണമെന്ന് കസ്റ്റമേഴ്സ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കൊടുക്കുമ്പോഴത്തേന് അതിൻ്റെ ടോപ്പർ പോയി എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ അല്ലേ. അതുകൊണ്ട് മാക്സിമം പെർഫെക്റ്റായിട്ടും അവർ തന്ന ഡിസൈൻ അനുസരിച്ച് നമ്മൾ കേക്ക് ചെയ്ത് കൊടുക്കാൻ നോക്കുക. അതുപോലെ നമ്മുടെ ക്വാളിറ്റിയിലായാലും നമ്മുടെ ടേസ്റ്റ് വൈസിലായാലും ഒക്കെ അതിൻ്റെ നമ്മുടേതായിട്ടുള്ളൊരു റെസിപ്പി, നമ്മുടേതായിട്ടുള്ളൊരു ഇതും വേണം കേക്കിന്. ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊന്ന് കൂടെ വയ്ക്കണേ. ബൈ ബൈ, ടാറ്റാ.